14-ാം രാവിലെ അടുത്ത ഗാനം ഇശൽ കഹാനി റൗണ്ടിൽ റിയാന. റിയാനക്കുട്ടി, ഇശൽ കഹാനി റൗണ്ട് അല്ലേ? നല്ലോണം പാടിയോ? കുഴപ്പമില്ലാണ്ട് പാടി. നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട്. നല്ല കളർഫുൾ ആയിട്ടുള്ള കോസ്റ്റ്യൂം, സൂപ്പർ. താങ്ക് യു. ഇനി പാട്ട് അല്ലേ? നമ്മുടെ രണ്ടാമത്തെ ഖലീഫ ഉമ്മ ഇസ്ലാം മതം സ്വീകരിച്ച ആ ഒരു സന്ദർഭമൊക്കെയാണ് അല്ലേ? ആ ഒരു സംഭവമാണ് ഈ ഒരു പാട്ടിലൂടെ പ്രസന്റ് ചെയ്യുന്നത്. ശരിക്കും നല്ലൊരു കഥ പറയുന്ന ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചും കൂടി എനർജി ആവായിരുന്നോ? ഓക്കെ, എന്തായാലും നമുക്ക് ഈ പാട്ടിന്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ഇതാരാ സെലക്ട് ചെയ്തേ? ഇത് ഉപ്പയും റിയാനക്കുട്ടിയും കൂടിയാണ് സെലക്ട് ചെയ്തത് അല്ലേ? നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ സമയമൊക്കെ കിട്ടിയായിരുന്നോ? ഇനി ചോദിക്കാം. ഫൈസൽ സർ, ഇത് ഇശൽ കഹാനിയല്ലേ? നമ്മുടെ ചരിത്രം പറയുന്ന ഒരു റൗണ്ട്. ഇതില് പിന്നെ മോള് ചെയ്തൊരു കാര്യം, ഐഷാത്തയുടെ പാട്ടിന്റെ പേരിൽ അറിയപ്പെടുന്ന ആളാണ് റിയാന. ഐഷാ ബീഗത്തിന്റെ പാട്ടുകളാണ് കൂടുതലും പാടുക. റംല ബീഗത്തിന്റെ പാട്ടുകൾ പാടുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ ഐഷാ ബീഗത്തിന്റെ പാട്ടുകളാണ് റിയാനക്ക് കൂടുതൽ കംഫർട്ടബിൾ. അതുകൊണ്ട് അതിങ്ങനെ പല റൗണ്ടിലും ഐഷാത്തയുടെ പാട്ടാണ് റിയാൻ ഇവിടെ പാടിയത്. ചില വിഷയങ്ങളുടെ ഐഷാത്തയുടെ പാട്ടില്ലാത്ത സമയത്താണ് മറ്റു പാട്ടുകൾ തേടിപ്പോവുക. ഇവിടെ ഐഷാത്തയുടെ നല്ലൊരു പാട്ട്, AM കോയ, ഐഷാത്തയുടെ ഭർത്താവിൻ്റെ അനിയൻ, അവരെഴുതിയ ഒരു പാട്ടാണ് ഇത്. രണ്ടാം ഖലീഫ
ഉമർ റളിയല്ലാഹു അൻഹു, ഞാൻ ഉമറിന്റെ നീതിയെക്കുറിച്ചൊക്കെ ഇവിടെ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഭരണകാലത്തെക്കുറിച്ചൊക്കെ. അദ്ദേഹം നബിയുടെ സത്യവിശ്വാസം സ്വീകരിക്കുന്നതിന് മുമ്പ് അറേബ്യയിലെ മക്കത്തെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു വീരശൂര പരാക്രമിയായിരുന്നു. എല്ലാവർക്കും ഉമറിനെ പേടിയായിരുന്നു. ആ സമയത്താണ് ഇങ്ങനെ മുഹമ്മദ് നബി എന്ന് പറഞ്ഞ ഒരാള്, മുഹമ്മദിന്റെ കൂടെ കുറെ ആളുകൾ അവര് നമ്മുടെ വിശ്വാസത്തിനെതിരായ ചില വിശ്വാസങ്ങളുമായി നടക്കുന്നു എന്നറിയാണ്. ഒരു സമയത്ത് ഉമർ നബിയെ വധിക്കാൻ പോവുകയാണ്. വധിക്കാൻ പോകുന്ന സമയത്ത് ഉമറിന്റെ വാൾ ഊരിയാൽ ഉമർ ഒരാളെ കൊന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടേ അത് വീണ്ടും തിരിച്ചു വെക്കൂ എന്നാണ് പറയുന്നത്. അത്ര വീരശൂര പരാക്രമിയായ ഉമർ ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾ അങ്ങോട്ട്, ഞാൻ മുഹമ്മദിനെ കൊല്ലാൻ പോവുകയാണ്. ആ സമയത്ത് അയാൾ പറയാണ്, നിങ്ങളുടെ പെങ്ങളും ഭർത്താവും ഉമറിന്റെ കൂടെയുണ്ട്, നബിയുടെ കൂടെയാണ്, സത്യവിശ്വാസം സ്വീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ മുഹമ്മദിനെ കൊല്ലാൻ പോകുന്നതിന് മുമ്പ് ആലോചിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ വീടാദ്യം നന്നാക്കണം. അത് കേട്ടപ്പോൾ ഉമറിന് വീണ്ടും ദേഷ്യം വർദ്ധിക്കുകയാണ്. അങ്ങനെ വീട്ടിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരി ഫാത്തിമ ഖുർആൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിങ്ങനെ ഒരു ഖുർആന്റെ ആലാപനം കേട്ടാണ് ഉമർ കയറി ചെല്ലുന്നത്. നിന്റെ കയ്യിലുള്ള പുസ്തകം എന്താണ്, എനിക്ക് നിർത്താൻ, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടു കൂടി. അപ്പൊ സഹോദരി പറഞ്ഞു, അങ്ങനെ തരാൻ പറ്റില്ല, ഇതിങ്ങനെ ഏതെങ്കിലും സാഹചര്യത്തിൽ വരുന്ന ആളുടെ കയ്യിൽ കൊടുക്കാനുള്ള ഒരു പുസ്തകമല്ല, ഒരു ഗ്രന്ഥമല്ല, ശുദ്ധിയായി വാ എന്ന് പറഞ്ഞു. അങ്ങനെ ശുദ്ധിയായി വന്ന് ഈ ഖുർആൻ വായിക്കുകയാണ്. ആ സമയത്താണ് ഇതിന്റെ സന്ദേശം ഉമർ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഉമർ റളിയല്ലാഹുവും നബി തിരുമേനിയെ സന്ദർശിക്കുകയും ഈ സത്യവിശ്വാസം സ്വീകരിക്കുകയും ചെയ്യാൻ. ആ കഥയിലെ ചില ഭാഗങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇത് സംബന്ധിച്ച് ഒരുപാട് പാട്ടുകളുണ്ട്. ഇപ്പം യേശുദാസ് സാറൊക്കെ പാടിയ മോയിൻകുട്ടിയുടെ ഒരു പാട്ടുണ്ട്. പിന്നെ വളരെ പ്രസിദ്ധമായ ഒരു ഹിജ്റ എന്ന കൃതിയിലെ ഒരു പാട്ടുണ്ട്, മുത്താരത്തൂതർ അനത്തയിൽ വിത്താൻ, ഓർക്കിട്ടുണ്ടാവും. അത് ഈ സംഭവമാണ്. OM കരുവാരക്കുണ്ട് എഴുതിയ സിംഗം ഉമറങ്കലിന്റെ തങ്കളെ എന്നൊരു പാട്ടുണ്ട്, അതും ഈ വിഷയമാണ്. അങ്ങനെ ഈ വിഷയത്തിൽ ഒരുപാട് പാട്ട് വന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രസിദ്ധമാണ് ഐഷാത്തയുടെ പാട്ട്. കാരണം ഐഷാത്തയുടെ പാട്ട് എല്ലാവർക്കും അറിയാം. ഐഷാത്ത പാടിയത് കൊണ്ട് എല്ലാവർക്കും അറിയാം. ഐഷാത്തയെ കുറിച്ച് ഞാൻ ഒരുപാട് പറഞ്ഞു. അൻസാർ വിളിച്ചിരുന്നോ? ഞാൻ ഐഷാത്തയുടെ മകൻ വിദേശത്ത് വെച്ച് എന്റെ ഉമ്മയുടെ പാട്ട് പാടുന്ന ആളാണ് റിയാന. എനിക്ക് റിയാന പാടുമ്പോൾ ഉമ്മയുടെ പഴയകാലം ഞാൻ ഓർക്കുന്നു എന്ന് പറഞ്ഞ് എന്നോട് നമ്പർ ചോദിക്കുകയും ഞാൻ ഇവിടെ നിന്ന് ആ നമ്പർ കൊടുക്കുകയും ചെയ്തിരുന്നു. വിളിച്ചിരുന്നു അല്ലേ, സംസാരിച്ചിരുന്നു. അപ്പോൾ അത് തന്നെ റിയാനയുടെ ജീവിതത്തിൽ വലിയൊരു കാര്യമാണ്. ഐഷാബീഗത്തിന്റെ കുടുംബങ്ങൾ ഐഷാത്തൊക്കെ സംസാരിക്കാൻ പറ്റാതെ കൊണ്ടാണ് ഇപ്പോൾ വയ്യ. അപ്പോൾ അതൊക്കെ വലിയൊരു ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമാണ്. അങ്ങനെ ആ തെരഞ്ഞെടുപ്പിൽ മോള് വിജയിച്ചിട്ടുണ്ട്. ആ പാട്ട് ഐഷാത്ത പാടി വെച്ചതുപോലെ മോള് പാടിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ഫൈസൽ സർ. രനത? റിയാന, എനിക്കും അതേ അഭിപ്രായം, നന്നായിട്ട് പാടിയിട്ടോ മോളെ. താങ്ക് യു. എനിക്ക് പെട്ടെന്ന് തീർന്നു പോയി എന്നുള്ളൊരു വിഷമം. അല്ല, ഞങ്ങൾക്ക് ഇവിടെ തോന്നിയത്. പിന്നെ അത്രയേ ഉള്ളൂ, ആ കഥ അങ്ങ് പറഞ്ഞ് തീരണ്ടേ അല്ലേ? അത്രയൊരു സമയം കൊണ്ട് നല്ലൊരു ട്യൂണ്, നല്ല അതിൽ പറ്റിയൊരു, ആ കഥ പറയാൻ പറ്റിയൊരു ട്യൂണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. മോള് നന്നായിട്ട് തന്നെ, നല്ല ഉൾക്കൊണ്ട് തന്നെ മോള് പാടിയത് കേട്ടോ. താങ്ക് യു. ഷാൻ സർ? നല്ലോണം പാടി മോളെ. താങ്ക് യു സർ. മോളെ ടോൺ ഇന്ന് നല്ല ഫ്രഷ് ആയിരുന്നു. പിന്നെ മോളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. കാരണം ഫിദയുടെ ഏരിയയിൽ കിടന്നാണ് ഈ കളിക്കുന്നത്. പക്ഷെ കുഴപ്പമില്ല, കാരണം ഫിദ അടുത്ത പ്രാവശ്യം മാറ്റി പിടിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. മെലഡിയായിട്ട് അത് വരുമ്പം നമുക്ക് കാണാം. അതെന്ന് പറയുമ്പോൾ അതിന് അടിച്ചു പാടുന്ന മെലഡി എന്തെങ്കിലും ആയിരിക്കും. എന്തായാലും എല്ലാ കണ്ടസ്റ്റൻസും ഇപ്പം വീണ്ടും അവരുടെ ഒരു സീരിയസ്നെസ് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ന് മോളുടെ ടോൺ നല്ല ഫ്രഷ് ആയിരുന്നു. പാട്ട് കേൾക്കാനും നല്ല രസമുണ്ടായിരുന്നു. മോള് നല്ലോണം പാടുകയും ചെയ്തു. താങ്ക് യു സർ. താങ്ക് യു സർ. KMK സർ? റിഹാന സർ. റിഹാന്റെ പേര് കേട്ടപ്പോൾ അതിന്റെ മൂത്ത മോളെ പേര് റിഹാന എന്നാണ്. അതാണ് എനിക്ക് ഓർമ്മ വന്നത്. പക്ഷെ നന്നായിട്ട് പാടിയല്ലോ മോള്. താങ്ക് യു സർ. നന്നായിട്ട് പാടി, താങ്ക് യു സർ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. നല്ല പാട്ടാണ്, നല്ല ട്യൂണാണ്. അപ്പോൾ ആയിഷാബീഗത്തിന്റെ പാട്ട് സെലക്ട് ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. മോള് ഒന്നും കൂടെ ശ്രദ്ധിച്ചാൽ വളരെ വളരെ ടോപ്പിലെത്തും എന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ, താങ്ക് യു സർ. റിയാനക്കുട്ടി, അപ്പൊ നല്ല കമന്റ്സ് കേട്ടോ അല്ലേ? ഫോൺ ചെയ്തപ്പോ എന്താ പറഞ്ഞേ? ആയിഷത്തോടെ കുറെ സംസാരിച്ചു, പാട്ടൊക്കെ നന്നായിരുന്നു.
അത് ശരി. അപ്പം സന്തോഷമായോ? ഒരുപാട് സന്തോഷം. ഓക്കെ. അപ്പൊ നല്ല കമന്റ്സ് ഒക്കെ കേട്ടല്ലേ? നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാം കുറച്ചും കൂടി സീരിയസ് ആയിട്ട് 14ാം രാവിനെ കാണാൻ തുടങ്ങി അല്ലേ? ഇപ്പൊ 3 റൗണ്ട് ഇവിടെ കഴിഞ്ഞു. ഇശൽ കഹാനിയായിരുന്നു ഇത്. ഇനി ഇശൽ പ്രിയം, ഇശൽ നാടകവും കഴിഞ്ഞു. നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റുമോ അതിലൊക്കെ? അത്രക്ക് ബെറ്റർ ആക്കാൻ പറ്റിയില്ല. അത്രയ്ക്ക് പറ്റിയില്ല. ഇനി നമുക്ക് മാർക്കിലേക്ക് കിടക്കാം. ഫൈസൽ സർ 27. താങ്ക് യു സർ. 30ൽ 27 മാർക്ക്. താങ്ക് യു സർ. രഹനത്ത 27. താങ്ക് യു. 30ൽ 27 മാർക്ക്. താങ്ക് യു. ഷാൻ സർ 27. 30ൽ 27 മാർക്ക്. താങ്ക് യു സർ. KMK സർ ഞാൻ ഒരു 8 മാർക്ക് താങ്ക് യു സർ. മോക്ക് തരാം കേട്ടോ. 10ൽ 8 മാർക്കാണ് KMK സർ നൽകിയിരിക്കുന്നത്. അപ്പോ ഈ ഇശൽ കഹാനി റൗണ്ടിൽ റിയാന സ്കോർ ചെയ്തിരിക്കുന്നത് 100ൽ 89 മാർക്ക് അല്ലേ? നല്ല മാർക്കാണ്. കൺഗ്രാറ്റ്സ്. അപ്പോൾ കുറച്ചും കൂടി നല്ല സീരിയസ് ആയിട്ടൊക്കെ പാട്ടിന്റെ കാര്യത്തിൽ കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കുക. ഇശൽ പ്രിയം റൗണ്ടിൽ എത്ര മാർക്കാണ് സ്കോർ ചെയ്തേ? 86. 86 മാർക്ക് അല്ലേ? ഇശൽ നാടകം 85. 85. ഇപ്പൊ ഇശൽ കഹാനിയില് 89. അപ്പം ഈ റൗണ്ടിലാണ് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിരിക്കുന്നത്. ഇനി നമുക്ക് വരുന്നത് 4ാമത്തെ റൗണ്ടാണോ? അല്ല, ഇനി നമുക്ക് കാത്തിരിക്കാനേ പറ്റുള്ളൂ അല്ലേ? നമ്മുടെ 3 റൗണ്ട് ഇവിടെ ഫിനിഷായി. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ജൂനിയർ ആയിഷ ബീഗം, താങ്ക് യു. അടിപൊളി കമന്റ് ആണ് കിട്ടിയിരിക്കുന്നത്. ഒരുപാട് സന്തോഷമായി. ഒരുപാട് സന്തോഷമായി. അത് മാത്രമേ ഉള്ളൂ അല്ലേ? ഇനി ഈ ഷെഡ്യൂളിൽ വെച്ചിട്ട് ഏറ്റവും നല്ല പെർഫോമൻസ് ആയിരുന്നു. കഴിഞ്ഞ 2 പ്രാവശ്യവും അത്ര കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു. എന്നാലും ഇതായിരുന്നു ഏറ്റവും ബെസ്റ്റ്. എന്തുകൊണ്ട്? ഇതന്നെയാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായതും. അപ്പൊ ഇശൽ കഹാനി റൗണ്ട് ആയിരുന്നു ഇത്. ഇശൽ കഹാനി റൗണ്ടിലാണ് കൂടുതൽ സ്കോർ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വരാൻ പോകുന്നത് എലിമിനേഷൻ റൗണ്ട് ആണ്. ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഒന്നുമില്ല. സേഫ് സോണിലാവോ? അറിയില്ല. ഡേഞ്ചർ സോണിലായിരിക്കോ? മിക്കവാറും ഡേഞ്ചർ സോണിലാവാനാ സാധ്യത. അതിൽ കോൺഫിഡന്റ് ഉണ്ടല്ലേ? സാരില്ല, എന്തായാലും നമുക്ക് അറിയില്ലല്ലോ. സോ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്.